നിർധന കുടുംബത്തിലെ വിദ്യാർത്ഥിക്ക് വീടൊരുക്കുന്ന സന്തോഷത്തിലാണ് പന്തലായനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സഹപാഠികളും അധ്യാപകരും PTA-യും. മൂടാടി പഞ്ചായത്തിലെ 9-ാം വാർഡിലാണ് വീടൊരുങ്ങുന്നത്. സഹപാഠിക്ക് വേണ്ടി ഒരു വീട് എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് അടുക്കുന്ന സന്തോഷത്തിലാണ് പന്തലായനി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. സ്കൂൾ PTA കമ്മിറ്റിയും നാട്ടുകാരും വിദ്യാർത്ഥികളും ചേർന്നാണ് മൂടാടി ഗ്രാമപഞ്ചായത്തിൽ 9-ാം വാർഡിൽ സ്നേഹവീട് ഒരുക്കുന്നത്. ചികിത്സയ്ക്കും നിത്യചിലവിനും ബുദ്ധിമുട്ടാവുന്ന സ്വന്തമായി വീടില്ലാത്ത പെൺകുട്ടിക്ക് വേണ്ടിയാണ് സ്വപ്നഭവനം ഒരുക്കുന്നത്. നിലവിൽ വീടിന്റെ പണി പാതി വഴിയിൽ എത്തിയിരിക്കുകയാണ്. വീട് എന്ന സ്വപ്നം ഈ കുടുംബത്തിന് സാധ്യമാക്കാൻ ഇനിയും ഒരുപാട് വലിയ തുക ആവശ്യമാണ്. സുമനസ്സുകളുടെ സഹായം കമ്മിറ്റി അഭ്യർത്ഥിക്കുകയാണ്. മൂടാടി ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിൽ പന്തലായനി ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി സ്കൂൾ PTA-യും അതുപോലെ തന്നെ അവിടുത്തെ വിദ്യാർത്ഥികളും ഇവിടുത്തെ നാട്ടുകാരും ചേർന്ന് ഒരു സ്നേഹ വീട് നിർമ്മിക്കുകയാണ്. ഈ വീട് നിർമ്മിക്കാനുണ്ടായ സാഹചര്യം, ആ കുട്ടിയുടെ രക്ഷിതാവ് 2 കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ട് ചികിത്സക്കും അതുപോലെ തന്നെ നിത്യച്ചെലവിനും ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് സ്വന്തമായി വീടില്ലാത്തൊരു കുടുംബമായ അവർക്ക് വീട് നിർമ്മിക്കാൻ വേണ്ടി അവിടുത്തെ അധ്യാപകരും അതുപോലെ തന്നെ രക്ഷാകർതൃ സമിതിയും കൂടി തീരുമാനിച്ചിട്ടുള്ളത്. അദ്ദേഹം ജന്മനാ അന്ധനായിരുന്നില്ല. ഇടക്കാലത്ത് ഒരു കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നു. അതുപയോഗിച്ച് ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ഉപജീവന മാർഗം നേടുന്ന ഒരു സ്ഥിതിയിലായിരുന്നു. ഇപ്പൊ 2 കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ടു. അങ്ങനെ പെട്ടെന്ന് കാഴ്ചയില്ലാത്തൊരു സാഹചര്യത്തിൽ അവരുടെ ഭാര്യയ്ക്കും മറ്റ് ജോലിക്കൊന്നും പോകാൻ കഴിയാതെ അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. സ്വന്തമായി വീടില്ലാതെ വർഷങ്ങളായി അവർ പല സ്ഥലത്തായി വാടകയ്ക്ക് താമസിച്ചാണ്. ഈ അടുത്ത കാലത്താണ് മുയൂന്നിലേക്ക് താമസം മാറിയത്. അപ്പോൾ അതിനുശേഷം സ്കൂളിൻ്റെ ഭാഗത്തുള്ള ആളുകളൊക്കെ ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലൂടെ ഒരു സന്മനസ്സുള്ള ശ്രീ ബാലകൃഷ്ണേട്ടൻ ഒരു 3.5 സെന്റ് സ്ഥലം സൗജന്യമായി നൽകിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു വീട് നിർമ്മിക്കാനുള്ള ഒരു സാധ്യത തെളിഞ്ഞു വന്നത്. അപ്പോൾ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മറ്റ് അഭ്യുദയകാംക്ഷങ്ങളൊക്കെ സഹായിച്ചതിൻ്റെ ഭാഗമായി വീട്, ഈ പറകിൽ നിൽക്കുന്ന വീട് വാർപ്പിൻ്റെ സ്ഥിതി വരെ എത്തിച്ചിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി ഇതിൻ്റെ പ്രവർത്തകരെ വല്ലാതെ അലട്ടുകയാണ്. ഇനി ഇതിൻ്റെ തേപ്പ്, അതുപോലെ തന്നെ വയറിങ്, ഫ്ലോറിങ്, മറ്റ് ജനൽ ഉൾപ്പെടെ വാതിൽ ഉൾപ്പെടെയുള്ള വർക്കുകളൊക്കെ പൂർത്തീകരിക്കാനുണ്ട്. അപ്പോൾ വലിയൊരു സംഖ്യ ഈ വീടിൻ്റെ പൂർത്തീകരണത്തിന് ആവശ്യമാണ്. വളരെ പെട്ടെന്ന് തന്നെ അവരെ ഈ സ്വന്തമായ ഒരു വീട്ടിലേക്ക് അവരെ മാറ്റി താമസിപ്പിക്കുക എന്നുള്ള ഒരു താല്പര്യം ഈ നാട്ടിലെ ആളുകൾക്കും ഇതിൻ്റെ കമ്മിറ്റിക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാ ആളുകളുടെയും അകമഴിഞ്ഞ സഹായം ഉണ്ടായാൽ വളരെ പെട്ടെന്ന് തന്നെ ആ കുടുംബത്തെ സ്വന്തമായ ഒരു വീട്ടിലേക്ക് താമസിപ്പിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി മുഴുവൻ നല്ലവരായ ആളുകളുടെയും വലിയ തോതിലുള്ള പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ താഴെ കാണുന്ന ബാങ്ക് അക്കൗണ്ടിൽ നൽകാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി.